അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സംഘടനകൾ ഇസ്ലാമികമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചിലർക്കെങ്കിലും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണിത്. കാരണം ഒരേ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ വിഭിന്ന വിഭാഗങ്ങളായി മാറി പ്രവർത്തിക്കുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഹാനികരമാകില്ലേ എന്ന ചിന്തയാണ്. സംഘടനകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവ സുഗമമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി മുസ്ലിം ഉമ്മത്ത് നീങ്ങുന്നതിന് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിംകൾക്കിടയിൽ ഏകോപനം സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിധം വ്യത്യസ്ത സംഘടനകളായി പ്രവർത്തിക്കൽ ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നന്മയും മുസ്ലിംകളുടെ നന്മയും മുന്നിൽ കണ്ട് സംഘടിച്ചു പ്രവർത്തിക്കുന്നതിനെ തള്ളിപ്പറയാനാവില്ല. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെയും മുസ്ലിംകളുടെയും നന്മയ്ക്ക് വേണ്ടി രൂപം കൊടുക്കപ്പെടുന്ന സംഘടനകൾ പലപ്പോഴും ലക്ഷ്യം മറന്ന് വ്യക്തിഗത താല്പര്യങ്ങളിലേക്ക് വഴിമാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ തൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ത്രീയെ നിയോഗിക്കുന്നു. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ ഇത് ഏറ്റവും ഫലപ്രദവും ഉപകാരപ്രദവുമാണ്. പക്ഷേ ഭർത്താവ് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ക്രമേണ മാറി മാറി ആ സ്ത്രീയെ തൻ്റെ ഭാര്യയാക്കി മാറ്റുന്നതിലേക്ക് എത്തുന്നു എന്ന് സങ്കല്പിക്കുക. അതെത്രമാത്രം പ്രയാസകരമായ കാര്യമായിരിക്കും.
ഭാര്യയെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലെയാണ് ചില സംഘടനകൾ ഇസ്ലാമിൻ്റെ നന്മക്കും മുസ്ലിങ്ങളുടെ ഗുണത്തിനും വേണ്ടി രൂപപ്പെടുകയും പിന്നീട് ആ സംഘടനകളെ ശക്തിപ്പെടുത്തുക, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്യാറുണ്ട്. ഇന്ന് നമുക്കറിയാം, പല സംഘടനകളും കാലങ്ങളിലായി എടുക്കുന്ന പല തീരുമാനങ്ങളും ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ന്യായീകരിച്ച് സംഘടനയുടെ നിലനിൽപ്പ് ലക്ഷ്യം വെച്ച് ഇസ്ലാമിൻ്റെ തനതായ ആദർശങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഈ അവസ്ഥ ഒട്ടുമിക്ക മതസംഘടനകളിലും അവയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിധം മതസംഘടനകൾ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുമ്പോൾ അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ എന്ത് നിലപാടാണ് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. عن حذيفة بن اليمان قلت فإن لم يكن لهم جماعة ولا إمام قال فاعتزل تلك الفرق كلها ولو أن تعضى بأصل شجرة حتى يدركك الموت وأنت على ذلك. ഞാൻ ചോദിച്ചു, ജനങ്ങൾക്ക് ഒരു ജമാഅത്തും ഒരു ഇമാമും ഇല്ലെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം പിടികൂടുന്നത് വരെ ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ വിഭാഗത്തെയും വിട്ടുകളയുക, ഒരു മരത്തിൻ്റെ മുരടിൽ കടിച്ചു പിടിച്ചാണെങ്കിലും. ഈ നബിവചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈളാവി പറയുന്നു, അൽമാന ഇദാലം യകുൻ ഫിൽ അർളി ഖലീഫത്തുൻ ഫഅലൈക ബിൽ ഉസ്രതി വസ്സബ്ർ അലാ തഹമ്മുലി ശിദ്ദത്തി സമാൻ. ഹദീസിൻ്റെ അർത്ഥം, ഭൂമിയിൽ ഖലീഫയില്ലെങ്കിൽ കാലയുഗത്തിൽ ക്ഷമിക്കുകയും ഏകാന്തതയിൽ നിലനിൽക്കുകയും ചെയ്യൽ നിനക്കു നിർബന്ധമാണ്. ഈ ഹദീസിനെ പരാമർശിച്ചുകൊണ്ട് ഇമാം ത്വബരി റഹ്മഹുല്ല പറയുന്നു, വഫിൽ ഹദീസി അന്നഹു മത്താലം യകുൻ ലിന്നാസി ഇമാമൻ ഫഫ്തറഖന്നാസു അഹ്സാബൻ ഫലാ യത്തബിഉ അഹദൻ ഫിൽ ഫിർഖ വയഅ്തസിൽ അൽ ജമീഅ ഇൻ ഇസ്തതഅ ദാലിക ഖശിയത മിനൽ വുഖൂഇ ഫിശ്ശർരി. എപ്പോഴാണോ ജനങ്ങൾക്ക് ഒരു ഇമാമില്ലാതാവുകയും അവർ ഭിന്നിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ സാധ്യമെങ്കിൽ അവയിലൊന്നിനെയും പിൻപറ്റരുത്. നാശത്തിൽ അകപ്പെടലിനെ ഭയന്ന് എല്ലാ വിഭാഗത്തെയും ഉപേക്ഷിക്കുക. ഇത്രയും നാം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇതാണ്: ഇസ്ലാമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മുസ്ലിംകളുടെ ഗുണത്തിനു വേണ്ടിയും സംഘടനകൾ രൂപീകരിക്കുന്നതും അവയിൽ പ്രവർത്തിക്കുന്നതും അനുവദനീയമാണ്. എന്നാൽ പ്രസ്തുത ലക്ഷ്യത്തിൽ നിന്നും മാറി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വ്യക്തി താൽപ്പര്യങ്ങൾക്കും വേണ്ടി
സംഘടനകൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ സംജാതമാകുമ്പോൾ അത്തരം സംഘടനകളിൽ നിന്ന് മാറി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സന്നദ്ധനാവുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. സാധ്യമായ വിധം ഇസ്ലാമിനെ മനസ്സിലാക്കാനും അതിൻ്റെ ആശയാദർശങ്ങൾ പഠിക്കാനും സമയം കണ്ടെത്തുകയും അങ്ങനെ കരസ്ഥമാകുന്ന അറിവുകളനുസരിച്ച് ജീവിക്കുവാനും അവൻ തയ്യാറാകേണ്ടതുണ്ട്. അവൻ്റെ പരലോകമോക്ഷത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഈയൊരു നിലപാടാണ്.